സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഒരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക. ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് കഴിഞ്ഞു. ന്യൂ ഇയറിനെ വരവേൽക്കുവാൻ എല്ലാവരും ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ്. ഇന്നലത്തെ ക്രിസ്മസ് രാവിലെ ആഘോഷങ്ങൾ ഏതെല്ലാം തിരയിലായിരുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വാർത്തകളിലൂടെ മാത്രമേ നമുക്ക് ഇന്ന് അറിയുവാൻ കഴിയത്തുള്ളൂ ഈ പകലിൽ. എന്തായിരുന്നാലും ദൈവത്തിന് മഹത്വം. ചിലർ ലഹരികളിൽ ആഘോഷിച്ചു, ചിലർ ആഹാരം കഴിച്ച് ആഘോഷിച്ചു, ചിലർ യാത്രകളിൽ പോയി ആഘോഷിച്ചു. സ്തോത്രം. ഈ ആഘോഷങ്ങളൊക്കെ ആർക്കു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമായിരുന്നു. കർത്താവിന്റെ ജനനത്തിന് വേണ്ടി ഇത്രയധികം ആവേശത്തോടെ നാം ആഘോഷിക്കുമ്പോൾ ആ ജനനം എന്റെ സ്വന്തമാക്കി തീർത്തോ, അവനെ ഉള്ളങ്ങളിൽ ഏറ്റെടുത്തോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, അല്ലേ? ആഘോഷിക്കാൻ ഇഷ്ടമാണ്. യേശുവെ സ്വന്തമാക്കുവാനായിരുന്നു അതിലേറെ ആവേശം നാം കാണിക്കേണ്ടത്. അങ്ങനെ കാണിച്ചവരെ ഓർത്ത്, അങ്ങനെ യേശുവെ സ്വന്തമാക്കിയവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെതായി തീരുക, ക്രിസ്തു ഉള്ളത്തിലായി തീരുക എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ, നമ്മുടെ പേരും പെരുമയും പ്രശസ്തിയേക്കാൾ, നമ്മുടെ സൗന്ദര്യത്തെക്കാൾ, നമുക്ക് പറയുവാനുള്ള പല പുകഴ്ചകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയത് എന്ന് പറയുന്നത് കർത്താവായ യേശു എന്റെ രക്ഷകനും കർത്താവും എന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അവന്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുവാൻ കഴിയുന്ന ജീസസ് ഈസ് മൈ ലോർഡ് എന്ന് പറയുവാൻ കഴിയുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. കർത്താവിന് മഹത്വം. ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിച്ച ദിവസത്തെ നമുക്ക് അനുഗ്രഹിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം. ലൂക്ക് ചാപ്റ്റർ 2 verses 14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നു. സ്വത്രം. എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഈ ഒരു വചനഭാഗം, സ്വത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വചനഭാഗം ഇതൊക്കെയായിരുന്നു. സ്വത്രം. ദൂതന്മാര് വന്ന് ആട്ടിടയന്മാരോട് പറയുന്നതും ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ളതും ആ ഭാഗങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ മെസ്സേജിന്റെ ഭാഗമായി നിന്നത്. അതിന്റെ 13-ാമത്തെ വാക്കിൽ പറയപ്പെട്ടത് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. സ്വർഗീയ സൈന്യം ദൂതനോട് ചേർന്ന് പുകഴ്ത്തിയ ഭാഗമാണ് കാണുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നു. എന്താണ് ദൈവപ്രസാദം എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഇന്ന് ഈ പകൽ ഈ വാക്യം എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണ് ദൈവപ്രസാദം? ദൈവത്തിന് നമ്മളോടുണ്ടായ പ്രസാദം എന്താണ്? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ കാണിച്ച ആ വലിയ സ്നേഹമാണ്, അല്ലേ? ദൈവം നമ്മളിൽ പ്രസാദിച്ചതാണ് ക്രിസ്തു, യേശു, അല്ലേ? ഒന്ന് ഓർത്തു നോക്കി. ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തന്റെ മക്കളാണ്, തന്നെ വീണ്ടെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ പ്രകാരം വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിന് പ്രസാദകരമായി തീർന്നത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുക എന്നതാണ് ദൈവം പ്രസാദിച്ചതിന്റെ അടയാളം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹം അല്ലെങ്കിൽ ആ പ്രസാദം പ്രദർശിപ്പിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയല്ലേ, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവാണ്, അല്ലേ? ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയണം. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ ദൈവം പ്രസാദിച്ചത് യാഹെന്ന ദൈവം, പിതാവായ ദൈവം. അതെ, പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ ആധികാരികോടെ യാഹേ എന്ന് വിളിച്ചിരുന്നവൻ, യഹോവേ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ പിതാവായ ദൈവം, സ്തോത്രം, പ്രസാദിക്കുക. എങ്ങനെ? ക്രിസ്തുവിലൂടെ പ്രസാദിക്കുക. ക്രിസ്തുവാണ് തന്റെ പ്രസാദം. എന്നോടും നിങ്ങളോടും ഒരു പ്രത്യേകിച്ച് മമതയോ എന്റെ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് അയ്യോ അവന് പ്രസാദം തോന്നിയിട്ട് ഇങ്ങോട്ട് വന്നതല്ല. പുത്രനിലാണ് പ്രസാദിച്ചത്. പുത്രനിലൂടെയാണ് നമ്മളോട് പ്രസാദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് പുത്രനായ ക്രിസ്തുവാണ്. അപ്പം ആ പ്രസാദമുള്ള മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രസാദം ആർക്ക് ഉണ്ടോ അവർക്ക് സമാധാനമുണ്ട്. ദൈവത്തിന്റെ പ്രസാദമായ ക്രിസ്തു ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് സമാധാനമുണ്ട്. അല്ല സമാധാനം തരണമേ എന്ന് ലോകം മുഴുവൻ തേടി പൈസ ഉണ്ടായാൽ സമാധാനം വരും, പെണ്ണ് കിട്ടിയാൽ സമാധാനം വരും, ബന്ധങ്ങളുണ്ടായാൽ സമാധാനം വരും, അവിടെ പോയാൽ സമാധാനം വരും, ഇൻഷുറൻസ് ചെയ്താൽ സമാധാനം വരും, ടൂർ പോയാൽ സമാധാനം വരും, കള്ളു കുടിച്ചാൽ സമാധാനം വരും. ഒരിടത്തും സമാധാനം കിട്ടത്തില്ല. സമാധാനത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പ്രസാദമായ ക്രിസ്തു അത് ആരുടെ ഉള്ളങ്ങളിലുണ്ടോ അവർക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ് തിരുവചനത്തിന്റെ ആധികാരികമായി ഇന്ന് പകൽ ഈ വാക്യത്തിലൂടെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. അതെ, നിങ്ങൾ ഏത് നിലയിൽ കാൽക്കുലേറ്റ് ചെയ്താലും ദൈവത്തിന്റെ പ്രസാദമായ ക്രിസ്തു
അത് നമ്മുടെ ഉള്ളങ്ങളിൽ വരുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് ആ വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രേരണ നൽകിയത്. അപ്പൊ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ദൈവത്തിന്റെ പ്രസാദമായ ക്രിസ്തു ഉള്ളവർക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. ക്രിസ്തു ഉള്ളങ്ങളിൽ വന്ന സമാധാനം അവരുടെ ഉള്ളങ്ങളെ വാഴുവാനിടയായി തീരും. തിരുവചനം കർത്താവായ യേശു ക്രിസ്തു വായ്മൊഴിയെ പറയാം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ആർക്കും നിങ്ങളിൽ നിന്ന് കവരുവാൻ കഴിയില്ല. അപ്പൊ ലോകം തരുന്ന സമാധാനമാണ് ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞ സമാധാനങ്ങളൊക്കെ. താൽക്കാലിക സമാധാനം, സമ്പത്ത് തരുന്ന സമാധാനം, മക്കളുണ്ടായാലുണ്ടായ സമാധാനം, സ്വത്രം അല്ലെങ്കിൽ സ്വത്രം നമുക്ക് മറ്റു പല പദവികൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആശ്വാസങ്ങൾ കിട്ടുമ്പോൾ ലഹരികളിലൂടെ ഒക്കെ പലതിലും സമാധാനവും സന്തോഷവും ഒക്കെ താൽക്കാലികം. അതൊക്കെ ലോകം തരുന്ന സമാധാനവും സന്തോഷവും ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥ ദൈവപ്രസാദമായ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വാസം ചെയ്യുമ്പോൾ ഒരു സമാധാനം വരും. ആ സമാധാനത്തിന് ശാശ്വത സമാധാനം എന്നാണ് പറയുന്നത്, നിലനിൽക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സമാധാനം തരും, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്നാണ് ആ സമാധാനത്തെ പറയുന്നത്. സകല ബുദ്ധിയെയും, മാനുഷികമായ സകല ബുദ്ധികളെയും, മികലോകത്തിന്റെ ജ്ഞാനത്തെ കവിയുന്ന ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ബാധ്യതയുണ്ടെങ്കിലും ചിലർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അവർക്കത് വിഷയമേ. നാളെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും കാരാഗ്രഹത്തിനുള്ളിൽ കിടന്ന് സുഖമായിട്ട് ആരാധിച്ചിട്ട് കിടന്നു ഉറങ്ങുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സ്തോത്രം അല്ലെ. പ്രതികൂലങ്ങളുടെ നടുവിലും സ്വസ്ഥതയോടെ നിനക്ക് കഴിയുവാൻ കഴിയുന്നെങ്കിൽ അവിടെ ദൈവസമാധാനം, അതായത് ക്രിസ്തു എന്ന ദൈവത്തിന്റെ പ്രസാദം പ്രാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവാകുന്ന ദൈവപ്രസാദം പ്രാപിക്കപ്പെട്ടാൽ ആ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിലെ ചൈതന്യം ഉളവാക്കും. ആ ചൈതന്യം നിങ്ങളുടെ സമസ്ത മേഖലയിലും അനുഗ്രഹം ഉളവാക്കും. അത് നിങ്ങൾക്ക് ആഴമേറിയ സമാധാനം തരും. ആ സമാധാനമാണ് നമുക്ക് വേണ്ടുന്ന സമാധാനം. ആ സമാധാനം ഇന്ന് നിങ്ങളുടെയും എന്റെയും ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ വ്യാപരിക്കട്ടെ. പുതുവർഷത്തിലേക്ക് കിടക്കുക. ഈ വർഷത്തിലെ നഷ്ടങ്ങളെ ഓർത്തൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. പുതുവർഷം ഏറ്റവും അനുഗ്രഹവും ദൈവിക പ്രസാദം പ്രാപിക്കപ്പെട്ട ഒരു വർഷവുമായിരിക്കുമെന്ന് നിങ്ങൾ കോൺഫിഡൻസോടെ ഉള്ളിൽ വിശ്വസിച്ചോണം. ഞാൻ ക്രിസ്തു എന്ന ദൈവപ്രസാദം ഉള്ളിൽ പ്രാപിക്കപ്പെട്ടവനാ, അവനാൽ വീണ്ടും ജനിക്കപ്പെട്ടവനാ. അവന്റെ സമാധാനം എന്റെ ഉള്ളങ്ങളിൽ കാണും. ലോകത്തിന്റെ സമാധാനമല്ല, ക്രിസ്തുവിന്റെ സമാധാനം എന്റെ ഉള്ളങ്ങളിലുണ്ട്. അതുകൊണ്ട് എന്റെ സമസ്ത മേഖലകളിലും, എൻ്റെ ജോലിയിൽ, എൻ്റെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ, എവിടെയും, എൻ്റെ ഉടമ്പടികളിൽ എവിടെയും ആ സമാധാനം എന്നെ വാഴുന്നത് കൊണ്ട് ഒരിടത്തും എനിക്ക് ദുഃഖിക്കുവാനോ ഭാരപ്പെടുവാനോ ആകുലചിത്തമാകുവാനോ ഇടവരാതെ അവൻ എന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിന്റെ പ്രസാദം, തിരുവചനം പറയുകയാണ്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്, ദൈവത്തിന്റെ പ്രസാദമായ ക്രിസ്തു ഉള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവാകുന്ന ദൈവപ്രസാദം പ്രാപിക്കപ്പെട്ട എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ക്രിസ്തുവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിസ്മസ് കഴിഞ്ഞിട്ടും ആഘോഷിച്ചു പക്ഷെ ക്രിസ്തുവിനെ സ്വന്തമാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനമില്ലാതെ അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വസ്ഥതക്കേടിൽ കഴിയുന്നുണ്ട്, ആഘോഷ രാവുകൾ കഴിഞ്ഞു, ലഹരിയുടെ കെട്ടുകൾ വിട്ടു, തിന്നു ഘോഷിച്ചു, സെലിബ്രേഷൻസ് കഴിഞ്ഞു, വീണ്ടും പഴയ ചിന്തകളിൽ, പഴയ ഭാരങ്ങളിലേക്ക്, മുൻപിലിരിക്കുന്ന ഭീകരമായ ചില വിഷയങ്ങൾ, ദൗത്യങ്ങൾ മറികടക്കാൻ കഴിയാതെ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ കൂറ്റൻ മലകൾ, പർവ്വതങ്ങൾ ഒക്കെ, അഗ്നിയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇത് അതിനെ മറികടക്കാൻ ക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ദിവ്യ സമാധാനം പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും ജയിക്കുവാൻ കൃപ നൽകട്ടെ. ആ പ്രസാദം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗാഡ് ബ്ലെസ് യു, ലവ് യു എവരിവൺ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഈ 3-4 ദിവസം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഈ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണം. ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കി തീരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിനെ പറ്റിയും വിചാരപ്പെടേണ്ട. സകല ഭാരങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുന്ന് ചുമക്കും. സ്തോത്രത്തോടെ നമുക്ക് അറിയിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ. സാമ്പത്തിക വിഷയങ്ങളിലാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളൊന്ന് ചേർത്ത് നിങ്ങളുടെ സമ്പത്ത് സൂക്ഷിക്കുന്നിടങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ചോ. അതുപോലെ തലമുറയെ ഓർത്താണെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ദൂരത്തായിരിക്കുന്നവർക്ക് വേണ്ടി കരം വെച്ചോണം. ജോലിയില്ലേ, ഏത് വിഷയങ്ങളാണ്, കുടുംബത്തിലെ വിഷയങ്ങളാണ്, നിർത്ത വിഷയമാണ്, നിങ്ങൾ ഒരുമിച്ച് കരങ്ങൾ വെച്ചോ. ദിവ്യ സമാധാനം അവിടേക്ക് പരക്കട്ടെ. ആ ദൈവപ്രസാദം അവിടേക്ക് പരക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരിക. ഇന്നീ പ്രഭാതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കൃപയുടെ കരങ്ങൾ അവരെ ഒന്ന് തൊടുമാറാകണമേ. തിരുരക്തത്താൽ അവരെ ഒന്ന് മറയ്ക്കണമേ. അവരുടെ ഭാരങ്ങളെ എടുത്ത് മാറ്റണമേ. അങ്ങയുടെ പ്രസാദം അവരിലേക്കൊന്ന് നിറയപ്പെടുമാറാകണമേ. ആഴമേറിയ സമാധാനത്താൽ അവരെ മൂടണമേ. കടങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാറട്ടെ. ജോലിയെ പറ്റിയും വരുമാനത്തെ പറ്റിയുള്ള ചിന്തകൾ മാറട്ടെ. കുടുംബ ജീവിതത്തിലെ വിള്ളലുകളും പോറലുകളും പരിഹരിക്കപ്പെടട്ടെ. തലമുറയോർത്തുള്ള ആകുലതകൾ മാറട്ടെ. ശാരീരിക രോഗബന്ധനങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ചില രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ്, പ്രിയപ്പെട്ട പിറ്റി സഹോദരി അനുഗ്രഹിക്കുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യനായി
പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ കുഞ്ഞിനും കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ മീന സഹോദരന്റെ മോനായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങളിൽ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തിരികെ ശിവ സഹോദരിയുടെ സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം വിളിപ്പച്ചാന കരങ്ങളിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും രോഗാവസ്ഥയിലോ ക്ഷീണത്തിലോ ഇന്ന് പകൽ കാണുന്നുണ്ടെങ്കിൽ, പുതുതായി കാണുന്നവരോ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും കർത്താവെ ഫീവറോ മറ്റേതെങ്കിലും നിലയിൽ കാണുന്നവരുണ്ടെങ്കിൽ അവരെ കർത്താവെ ഞങ്ങളുടെ അടിപ്പിണരുകളാൽ അവിടുന്ന് പരിപൂർണമായി സൗഖ്യമാകണമേ. ആനി ഫിലിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഭാരത്തിലുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ വിടുതലിനായി ഇന്ന് ഈ പ്രഭാതം ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ കർത്താവെ ത്രോട്ടിന് ബുദ്ധിമുട്ടായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷാനിന്റെ കുടുംബത്തിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ത്രോട്ട് പെയിനുകൾ, ബുദ്ധിമുട്ട്, കൺജഷനൊക്കെ ആയി, ഫീവർ അങ്ങനെയൊക്കെയായി ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ കർത്താവിന്റെ അടിപ്പിണരയച്ച് സൗഖ്യമാക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും നൽകുകയാണ്. ഐശ്വര്യമായി അനുഗ്രഹിക്കണം. കൃപയുടെ കരങ്ങളിൽ അവരെ സൂക്ഷിക്കണം. തിരുരക്തത്താൽ അവരെ മറയ്ക്കണം. ഒരു അത്ഭുതമാക്കണം, അനുഗ്രഹമാക്കണം എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവെ, പുതുവർഷം കിടക്കുന്ന ഏറ്റവും ആനന്ദവും അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവമഹത്വം കാണുവാനിടയായി തീരണം. ഡിസംബറിലെ കർത്താവെ ക്രിസ്മസ് രാവുകൾ കഴിഞ്ഞു. കർത്താവെ, ഇന്ന് ഈ ദിവസങ്ങളിൽ വീണ്ടും ജീവിതത്തിന്റെ ദൈനംദിന മുഖങ്ങളിൽ സമരമുഖങ്ങളിലേക്ക് കടന്നു പോകുന്നു. കൃപയുടെ കരം കൂടിയിരിക്കണമേ. ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ആഴത്തിൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കും. ദൈവപ്രസാദം പ്രാപിക്കുവാൻ ഇടയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കും. ദൈവിക സമാധാനമുള്ളങ്ങളിലേക്ക് ഓരോ വ്യക്തികളിലേക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ദിവ്യ സമാധാനത്തെ ഞാൻ അയക്കുക. യേശുവിന്റെ നാമത്തിൽ ആ സമാധാനത്തിന്റെ ആഴങ്ങൾ അവരിലേക്ക് ഞാൻ പകരുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾ അവരുടെ ജീവിതത്തെ വിസ്മയിക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. തിരുക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തരുന്നു. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പിതാവിന്റെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവേയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു എവരിവൺ. വാട്സ്ആപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാൻ മറക്കരുത്. സ്വന്തം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രേയർ റിക്വസ്റ്റുകളും സെൻഡ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വൺസ് അഗൈൻ ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ്.